ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ദേവസേനയെ ശല്യം ചെയ്ത ഭടന്റെ തലവെട്ടുകയും രാജനിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ബാഹുബലിയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു ആവേശത്തിന് ദേവസേനയും കൊണ്ട് കൊട്ടാരത്തിന്റെ വെളിയിലോട്ട് വന്ന ബാഹുബലി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പഴങ്കഞ്ഞിക്കട തുടങ്ങി. ദേവസേന പഴങ്കഞ്ഞിക്കട. എടാ, ഞാൻ ഒരു റിവ്യൂ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. പഴങ്കഞ്ഞി വേണമെങ്കിൽ അകത്തോട്ടല്ലേ ചെന്ന് മേടിച്ച് കുടിക്കണ്ട. ഞാൻ കുന്തള ദേശം വാഴും രാജകുമാരി ദേവസേന. എനിക്ക് എന്തിന്റെ കേടായിരുന്നെന്ന് അറിയത്തില്ല. ആ ബാഹുബലിയെ പോയി കല്യാണം കഴിച്ച് താണ്ടിപ്പൊ ജീവിക്കുന്ന എങ്ങനെയാന്ന് കണ്ടില്ലയോ? വാളും പരിചയം പിടിച്ചോണ്ടിരുന്ന ഒരു കയ്യ ഇപ്പൊ ഇടലിത്തട്ടും തവിയും പിടിക്കേണ്ട ഒരവസ്ഥയായി എനിക്ക്. എന്നെ പ്രേമിക്കുന്ന കാലത്ത് എന്തൊക്കെയായിരുന്നെന്നറിയാവോ? ആനയുടെ പുറത്ത് കയറി മേളിലോട്ട് പോന്നു, അടഞ്ഞു കിടക്കുന്ന ഷട്ടറിലെ വെള്ളം തുറന്നു വിടുന്നു. ഇതെല്ലാം കണ്ട് ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പ്രേമിക്കുന്നവരോട് ഞാൻ പറയുന്നു, പ്രേമിക്കുന്ന കാലത്ത് പലരും പല മാജിക്കും നമ്മളെ കാണിക്കും. അതിലൊന്നും നമ്മൾ വിശ്വസിക്കരുത്. ഇത് കണ്ട തട്ടുകടയിട്ടുണ്ട് ഇപ്പൊ റോഡിൽ കിടക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഒരു പണിക്കും പോകാതെ ഇവിടെ കിടന്ന മനുഷ്യൻ ഇന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ടു പോയിട്ടുണ്ട്. എന്തോത്തിനാ? അടുത്ത ഒരാഴ്ചത്തേക്ക് എനിക്ക് തിന്നാനുള്ളത് കൊണ്ടുവരുമെന്നും പറഞ്ഞാ പോയേക്കുന്നേ. വരുന്നോ വരുന്നില്ലയോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മഹിമതി കൊട്ടാരത്തിന്റെ യുവരാജ് സിംഗ്. അയ്യോ, യുവരാജാവ് അമരേന്ദ്ര ബാഹുബലി. എന്തുവാടിയത്? ഈയിടെയായിട്ട് എന്നെ കാണുമ്പോ ഊതക്കം കൂടുതൽ ചെബുക്കല്ലടിക്കാൻ പോട്ടിക്ക് ഞാൻ പറഞ്ഞേക്കാം. എന്തുവാ? അല്ല, എനിക്ക് കഴിക്കാൻ ഏതാണ്ടല്ലോ കൊണ്ടുവന്നു പറഞ്ഞിട്ട് എന്തിയേ ആയിരിക്കുന്നേ? ഇത് യൂറോപ്യൻ ക്ലോസറ്റ്. നിന്റെ കണ്ണി കുരു. ഇത് എന്തോ ഇത് അപ്പൊ അറിഞ്ഞു വെച്ചോണ്ട് കിടന്ന് എന്റെ അടുത്ത് ഹാസ്യവൽക്കരിക്കും അല്ലേ? ഇതെന്തോത്തിന് കൊണ്ടുവന്നത്? ഇത് വെച്ച് ചക്കക്കറി, ചക്ക അവിയല്, ചക്ക പായസം, ചക്ക എലിശ്ശേരി, കുരുവച്ച് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? കുരുവച്ചൊരു കൂട്ടം ഞാൻ പറയാം. എന്താ? കൂട്ടാക്കുരു. നിങ്ങളെ കല്യാണം കഴിച്ച എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരു അറിയാവോ? ഇത് കൊണ്ടുവന്നപ്പോ അവള് പറയണ കേട്ടോ. ഇതാവുമ്പോ വല്ലതും വെച്ച് വേവിച്ച് ഇന്ന ഒരു ഒച്ചയും ബഹളവും ഒക്കെ വീട്ടിൽ ഒരു ആളരക്കം അങ്ങനെ കൊണ്ടുവന്നത്. അത് ഞാൻ നിനക്കൊരു കാര്യം അറിയാമോ? ഈ ചക്ക എടുക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് പറമ്പിൽ ചെന്നപ്പോ ഇങ്ങനെ കൊണ്ട് കുനിഞ്ഞത് കട്ടപ്പോ വാളും കൊണ്ട് എന്റെ പിറകെ കിടന്ന് ഓടിക്കണടി. എനിക്ക് എന്തെങ്കിലും അറിയാമോ? ഞാൻ അയാൾ കൊല്ലാൻ വേണ്ടി ഓടിച്ച് നേരെ ചെന്ന് ഞാൻ ഒരു ടവറിന്റെ മണ്ടേ കയറി നോക്കിയപ്പോ എന്തോ കട്ടപ്പ താഴെ നിക്കുന്നു. അങ്ങനെ അവിടെ പേടിച്ച് നിന്ന് ഞാൻ മൂത്രം ഒഴിച്ച് പിന്നെ കാണുന്ന രംഗം എന്റെ മൂത്രത്തെ പിടിച്ച് ഇങ്ങനെ കേറി വരുവാ കട്ടപ്പ. എന്റെ അടുത്ത് വന്നതും ഞാൻ ഇങ്ങനെ മൂത്രം ഒടിച്ചങ്ങ് വീണു. കട്ടപ്പ താഴെ പോയി. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഇങ്ങനൊക്കെ ചില സ്ഥലങ്ങളിൽ യുദ്ധത്തിനും പോണോ നിങ്ങള്? യുദ്ധത്തിന് പോകാനോ? വിധവാ പെൻഷൻ മേടിക്കാൻ വേണ്ടി അങ്ങ് കൊതിയായിട്ട് വയ്യ. എന്നെ കൊല്ലാൻ വേണ്ടി വല്ലത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എടി നിനക്കറിയല്ലേ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധമില്ലാത്തവന്മാരാണ്. ഭയങ്കര പൊടിയും ബഹളും. എനിക്കാണെങ്കിൽ പൊടി അടിച്ചു കഴിഞ്ഞാൽ ഇസ്റ്റോഫീലിയുടെ അസുഖമുണ്ട്. ബാഹുബലിക്ക് ഇസ്റ്റോഫീലിയുടെ അസുഖം എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്തോ പറയും. ബാഹുബലിക്ക് മാസ്ക് വയ്ക്കാൻ പറ്റത്തില്ലേ? നിന്റെ വാക്ക് കേട്ടാണ് അന്ന് മാസ്കും വെച്ചോണ്ട് ചെന്നത്. അങ്ങനെ അവര് കൊറോണ എന്ന് പറഞ്ഞ 1.5 മാസം എന്നെ അറിയാമോ? ഇവിടെ നല്ല പൊടി പൊടിച്ച കച്ചവടം ഇപ്പൊ നടക്കുന്നത്. ഇവിടുത്തെ എല്ലാ രാജ്യത്തിലും അറിഞ്ഞ് നമ്മുടെ ദേവസേന പഴങ്ങിക്കട ഭയങ്കരമായിട്ട് ഫേമസ് ആയി. ആ പൈസ ഇട്. ആൾക്കാർ വന്ന പൈസ 10ന്റെ പൈസ ഇന്നാ പെട്ടിക്കകത്ത് വീണിട്ടില്ല. വീഴത്തെ ഓരോരുത്തരെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. പഠിപ്പിച്ചേ നിങ്ങളല്ലേ പന വളച്ച് അങ്ങോട്ട് ചാടാനുള്ള പരിപാടി കാണിച്ചു കൊടുത്തേ. ഇന്ന് രാവിലെ 10-15 കടന്മാർ ഇവിടെ വന്ന് മൂക്കുമുട്ട പഴങ്ങഞ്ഞി അങ്ങോട്ട് കുടിച്ചിട്ട് അവിടോട്ട് പോകും. പന വളയ്ക്കും ചാടും, പന വളയ്ക്കും ചാടും. അതിലൊരുത്തൻ എന്നെ വന്ന് വളച്ചു. അവന്റെ തല ഞാൻ വെട്ടിഞ്ഞേ. കഴിഞ്ഞ ആഴ്ച ഈ തല വെട്ടിയത് കൊണ്ടാ ഇവിടെ വന്ന് ഈ തട്ടുകടയിടേണ്ടി വന്നത്. മനസ്സിലായോ? ഞാൻ പറയട്ടെ, നീ ഒരു കാര്യം ചെയ്. എന്തോ ആയാലും ഇന്ന് അയൽക്കൂട്ടത്തിന് പോകുമ്പോ ശിവകാമി അമ്മയടുത്ത് പറയും നമ്മൾ ഭയങ്കര പട്ടിണിയാണ്, അങ്ങോട്ട് എല്ലാം പറയും. നമ്പർ ഉണ്ടല്ലോ, വിളിച്ചങ്ങോട്ട് പറ. ശിവകാമി ബ്ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ട് കഷ്ടമുണ്ടടി. കണക്കായി പോയി. എനിക്ക് ഇവിടെ കിടന്ന് അരയ്ക്കത്തേ ഉള്ളു. ഒരു കാര്യം പറയാനുണ്ട്. നക്കി തിന്നാൻ നല്ലിപ്പില്ലെങ്കിൽ റൊമാൻസിന് ഒരു കുറവ്. പറ. ഞാൻ ഗർഭിണിയാ. അവനെ തല ഞാൻ അരിഞ്ഞാ വീഴ്ത്തുവല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ചൂടോളം എടുത്ത് ഞാൻ തലമണ്ടേ കൂടെ ഒഴിക്കുന്നു. കെട്ടിയോന്നില്ലയോ? ഞാൻ കേട്ടോ, സോറി കേട്ടോ, പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ. എന്തായാലും ഞാൻ
ഞാൻ വാളൂരിപ്പോയി. ഇനി എന്തോ ചെയ്യും? അതാ ഊരി ഒറയിലോട്ട് തന്നെ തിരിച്ചങ്ങ് ഇട്ടാ മതി. എന്നിട്ട് വേണം ടൈമിങ് തെറ്റി വല്ല ഞാടയും മുറിഞ്ഞ് ഞാൻ അവിടെ മുഴുവൻ കാളൊക്കെ നിൽക്കണം. അവക്കത് ആൾക്കാരെ കാണിക്കണം. അതല്ലേ ഇതിന്റെ ലക്ഷ്യം? എന്തായാലും ആള് ഊരിയതല്ലയോ? രണ്ടി തേങ്ങ പൊതിച്ച് തരുമോ? എടാ എന്തുവാടെ എടാ ഈ കൊച്ച ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ സമ്മതിക്കൂല. ഇനി ഇല്ലാത്തവണ ഇതൊക്കെ പൊതിക്കണോ? ഞാനൊരു രാജകുമാരി അല്ലേ ഇവിടെ, ഞാൻ എങ്ങനെ അവിടെ തേങ്ങ പൊതിക്കുന്നത്? പൊതിക്ക്. എടാ ഇത് അവസാനമാണ്. ഇനി ഞാൻ അങ്ങനെ പോയിച്ചൊന്നും തരത്തില്ലേ. നിന്നെ ഞാൻ പഠിപ്പിക്കാം. നിക്ക്. ദേവസേന, ഇടത് കയ്യിൽ തേങ്ങ, വലത് കയ്യിൽ ആയുധം, 3 വിരല് മടക്കി തേങ്ങയിൽ ഒരു ഒറ്റ വെട്ട് വെട്ടി അങ്ങോട്ട്. പാട്ട് തീർന്നു. ഞരമ്പുകള് ഇപ്പൊ ഒരു എനർജി വന്നില്ലേ? ആ തേങ്ങ പോയി പൊതിക്ക്. മറ്റേ ഞരമ്പ് നല്ല രസമായിരുന്നു. തേങ്ങ പൊതിക്കാനാ പറഞ്ഞോട്ടോ. ഞരമ്പ് ബാവു ബാവു എടി പട്ടി എറിയടി, പട്ടി എറിയടി, കഞ്ഞി കുടിക്കാൻ പട്ടി എറിയടി, എറിഞ്ഞു കൊടുക്കടി. ഇത് പട്ടിയല്ല, നിങ്ങളുടെ കൊച്ചച്ഛൻ നിങ്ങളെ ബാഹൂന്ന് വിളിച്ചതാ. പിങ്കളദേവാ പിങ്കളദേവാ പിങ്കളദേവാ. എടേ വെണ്ടേമണിയാ നിന്റെ പേരല്ലേ പിങ്കളദേവൻ? ആരും പറഞ്ഞാലേ ഞാനാണല്ലോ പിങ്കളദേവൻ. ചുമ്മാതല്ല ഞാൻ വിളിച്ചിട്ടാരും വെളിയാക്കാത്ത. നശക്കി വിടുവേ. ആദ്യം ഈ എന്റെ കൊച്ചനെ ഇറക്കി വിടുവിടുന്ന്. എന്റെ മകൻ എന്റെ മകൻ എന്റെ മകൻ. അതിന് ഇതുവരെ ഒരു ഉറപ്പോ ഇല്ലെങ്കിൽ എന്റെ മകൻ എന്റെ കിടക്കണേ. പറഞ്ഞുറപ്പിച്ചൂടെ? അതാരും കറക്റ്റ്. ചപ്പണ്ടി ചപ്പണ്ടി ചപ്പണ്ടി. അയ്യോ നമുക്കും കൂടി തരുവോ? എന്തോന്ന്? കപ്പലണ്ടി. എടാ പോടാ പോട്ടാ, ഞാൻ കപ്പലണ്ടി എന്നല്ല പറഞ്ഞത്. എടാ ചപ്പണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കില് പറയൂ സംസാരിക്കൂ എന്നൊക്കെയാണ്. ആ തെലുങ്കൊക്കെ അറിയാമോ? പിന്നെ വലിക്കാനാണ് 4-5 ഭാഷയില് ബാഹുബലി ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് ഓർത്ത് നോക്കണേ. ഞാൻ ഈ ഒരു പാവം പിടിച്ച കൊച്ചിനെ വിളിച്ചിറക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇപ്പോഴും കുടുംബത്തിൽ നിന്ന് ആപ്പടം ഈ മനുഷ്യനെ ഈ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി വരുന്നത്. പിണങ്ങി കൊച്ചിനെ ചെറുക്ക ഇങ്ങനെ തന്നെ. അയ്യയ്യേ, ഒരു രാജാവ് പിണങ്ങി നിൽക്കുന്നോക്ക്. ചെറുക്ക കൊട്ടിക്കയറ്റി തരും കേട്ടോ. ഇവിടെ ആ തള്ള വയസ്സാങ്കാലത്ത് എന്തോ പറഞ്ഞേം കേട്ടും കൊണ്ട് പെണ്ണിനെ വിളിച്ചോണ്ട് വഴിയേരി വന്നിരിക്കുന്നു. നാണമല്ലേടാ എനക്ക്? അങ്ങനെ കയറി പിടിച്ചോണ്ടില്ല ഞാൻ തല വെട്ടി. ഞാൻ പറഞ്ഞു അയ്യയ്യേ, നാണക്കേട് തന്നെ കേട്ടാ. എനിക്ക് അങ്ങനെ പിണക്കൊന്നുമില്ല. പിണക്കം അറിയാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മഹിഴ്മതിയിലെ ക്യാൻറ്റീന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ക്യാൻറ്റീൻ ഒളിഞ്ഞ് എടാ, നീ ഇവളും കൂടെ ചേർന്ന് ഇവിടെ പഴങ്കഞ്ഞി കട തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു കയറ്റവും ഇല്ല. ആണോ? ഓ അപ്പൊ അമ്മയോ? അമ്മേരെ കാര്യം പറയണ്ട മക്കളെ. ഇപ്പൊ ചട്ടിച്ചോറും ചോന്നുകൊണ്ട് ഇപ്പൊ അത് റോട്ടേ വിളിച്ചോണ്ട് കിടക്കുക. പാവം വയസ്സാങ്കാലത്ത് ഇങ്ങോട്ട് നോക്കിയാ ഞാൻ കാണിച്ചല്ലോ. അയ്യോ പാവല്ലേ, ചട്ടിച്ചോറും വിറ്റോണ്ട് കിടക്കുന്ന പാവം എന്റെ അമ്മ. അല്ല മാമൻ അവിടെ പോയിട്ട് വരുവാ? ആ ഞാന് ഈ കൈ ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയത്. എവിടെ പോയത്? കൈ ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയത്. ഈ ഒരു കൈ ഉണ്ടായിട്ട് തന്നെ ഈ പുള്ളി കാണിക്കണൊക്കെ. അപ്പൊ രണ്ടെണ്ണവും കൂടി ശരിയായി കഴിഞ്ഞാൽ വാക്കെല്ലാം കിടക്കപ്പുറത്ത് തരുമല്ലേ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൈ ശരിയാക്കണേ എന്തിനാണ്? അത് ചോദിക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മകൻ പൽവാൽ ദേവന് റേഷൻ കടയിൽ 5 കിലോ അരി, രാജഗുരുവിന് റേഷൻ കടയിൽ 5 കിലോ അരി, പടത്തലവന് റേഷൻ കടയിൽ 5 കിലോ അരി. എന്തിനു പറയുന്നു? മകിൾമടിയിലെ സകല പടന്മാരിക്കും റേഷൻ കടയിൽ 5 കിലോ അരി. എനിക്ക് മാത്രം 1.5 കിലോ അരി. 1.5 കിലോ അരി? എടാ അവരൊക്കെ റേഷൻ കടയിൽ കൈ പതിപ്പിക്കാൻ പോയപ്പോ 5 വെള്ളം പതിപ്പിച്ചു. എനിക്ക് 1.5 വിരളെ പതിപ്പിക്കാൻ പറ്റും. അല്ല മാമ അത് വാങ്ങിച്ചോണ്ടങ്ങ് പോയാ പോരായിരുന്നു. ഞങ്ങളുടെ തട്ടുകടയിലോട്ട് എന്തിനാ വന്നേ? പിന്നെ ഞാൻ ഇങ്ങോട്ട് വരായിരുന്ന നിങ്ങളെ തട്ടുകട എന്റെ കൊട്ടാരത്തിലേക്ക് വരുമോ? എന്തോ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അങ്ങ് ചിരിക്കണത്. എന്റെ കൗണ്ടറിന് ഞാൻ ചിരിച്ചില്ലെങ്കിൽ പിങ്കളദേവന്റെ ഈ കൗണ്ടർ ഇവിടെ കിടന്ന് പ്ലിങ്കും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പറ, എങ്ങനെയാ കൂട്ട്?
എങ്ങനെ കൂട്ട്? ഞാൻ വൈകുന്നേരം 4 മണിയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ബടനുണ്ട് ജീവ. അവൻ കുതിരപ്പുറത്ത് വരും, ഞാൻ അവൻ്റെ കൂടെ കയറി പോകും, 2 വെള്ളം അടിക്കും, അവിടെ വന്ന് ചുരുക്കുമ്പോഴടിക്കും. ഈടാ പോട്ടാ, നീ വെള്ളം അടിച്ചോണ്ട് വാള് വയ്ക്കുന്ന കേസല്ല ഞാൻ പിന്നെ? ഈടാ ഈ പഴങ്കഞ്ഞി പഴങ്കഞ്ഞിയുടെ കാര്യം. പഴങ്കഞ്ഞി എന്ന് വെച്ചാൽ നല്ല മൺചട്ടിയിൽ പഴങ്കഞ്ഞി അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് നല്ല കട്ട തൈര് അതിന്റെ അകത്ത് ഓട്ടൊഴിക്കണം. തലേ ദിവസത്തിലെ കപ്പ, അച്ചാറ്, മീൻകറി, മുളക്, അച്ചാറ്, ഇതെല്ലാം ഇട്ട് ഇങ്ങനെ കുഴച്ച് ബ്ലാവും വെള്ളവും വായിൽ വന്നു. കാന്താരിയില്ലേ? കാന്താരി സിനിമ മാറിപ്പോയി. ഇത് കാന്താരല്ല, ഇത് ബാഹുബലി. ബാഹുബലി എന്ന് ഞങ്ങൾക്ക് കാന്താരി മുള ഇല്ലെന്നാ കേട്ടത്. ഞാൻ പറിച്ചോണ്ട് വരാം. പറിച്ചോണ്ട. പിന്നെ പഴങ്കഞ്ഞോടെ വെച്ചിട്ടോ. ഇത് സങ്കല്പമാ, എന്നാലും കോതി. ഓ എന്റെ മകൻ, എന്റെ മകൻ, എന്റെ മകൻ. ഇതുവരെ തീർന്നില്ലയോ? പല്ല ബോഡി ഷേപ്പ് ചെയ്തോണ്ടല്ലോ തന്റെ കാലേ വരിക്കാൻ നടത്തടിക്കും. പല്ലനല്ല, പൽവാൽ ദേവൻ. പൽവാൽ ദേവൻ. പുല്ല് ഞാൻ തന്നെ ഈ പേരിട്ട് വായി കൊള്ളുന്നില്ല. അതൊക്കെ പോട്ടെ, പഴങ്കഞ്ഞിയുടെ കൂട്ട് കിട്ടിയോ? നശക്കി വിടുവേ. നശയ്ക്ക് വിടുവോന്നോ? കൂട്ടുമായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ കിടക്കണം നിങ്ങളുടെ മീശ കഴുത്തെ വെട്ടി ഞാൻ കൊന്നുകളയും ഞാൻ. കേട്ടോ? ഇവിടത്തെ പഴങ്കഞ്ഞിക്കട സൂപ്പറാണ്, വൈറലാണ്. ഇത് ഞാൻ തകർക്കും. ഞാൻ ഇതിന്റെ കൂട്ടറിഞ്ഞിട്ടേ വരുള്ളൂ. കേട്ടോ പല്ലാ? കേട്ടോ ചാ. വിളിക്കണ്ടായിരുന്നു അഴുക്ക ചെറുക്കൻ. എന്തുവാ മാമ? എന്തൊരു മാമ ഇത്? നീ ഇവിടെ കിടന്ന് ഈ കരിയും പുകയും അടിക്കേണ്ടവളാണോ? അല്ല. നീ ആ കുന്തള ദേശത്ത് കിടന്ന് കുന്തളിച്ചോണ്ടിരുന്ന പെണ്ണല്ലേ? ആണോ? ഞാനൊരു കാര്യം പറയാം. ഞാനും കൊട്ടാരത്തിലുള്ളവരും കൂടെ ചേർന്നെടുത്ത് കുറച്ചൊരു ഗൂഢാലോചനയുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ കട്ടപ്പതോ ചെറുക്കനെ ബാക്കിൽ നിന്ന് കുത്തി അങ്ങ് കൊല്ലും. പിന്നെ വെള്ളസാരി ഉടുത്തോണ്ട് കൂടെ നടക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയാം. പൽവാൽ ദേവനാണെന്നുണ്ടെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അവൻ ഇപ്പൊ സിനിമാ താരങ്ങൾ കൂട്ടത്ത് ബോഡി കടാറ്റി ബാക്കിൽ നിന്ന് പോകുന്നു. നല്ല ശമ്പളമുണ്ട്. വൈകുന്നേരം നിനക്ക് നൈറ്റ് തട്ടുകടാ. എന്തെല്ലാം കച്ചവടം ചെയ്യും, സൂഹിക്കാം. അല്ലാതെ ഈ ചെറുക്കന്റെ കൂട്ടത്തൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വല്ല കാര്യം പഴങ്കഞ്ഞിക്കളയൊക്കെ ഇട്ട് നല്ല സ്റ്റാമിനൊക്കെ ഉണ്ടാവും. ഇവൻ കൊള്ളണം. അല്ലല്ലോ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത്. എന്നെ കൊല്ലിക്കണേ പോണേ. അല്ല മാമ, ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ വിചാരിക്കും, മാമൻ ഇങ്ങനെ കൈ വെക്കുമ്പോ വേദന എടുക്കത്തില്ലേ? സത്യം വേദന എടുക്കും. ഇത് വേദന എടുക്കുമ്പോ ഞാൻ ഇത് മാറ്റിയിട്ട് ഈ കൈ ഇങ്ങനെ വെക്കും. അത് കഴിക്കുമ്പോ ഈ കൈ വേദന എടുക്കുമ്പോ ഇത് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വെക്കും. നിനക്ക് വല്ല വേദന ഉണ്ടാ? പിന്നെ അല്ലാതെ അവൻ കഞ്ഞി ഇപ്പൊ ആവും കേട്ടോ. തന്നെ. ബാബു ഡെയിലി എന്ത് ചെയ്യുന്നു? ഡെയിലി എന്തോ ഒരു പരിപാടിയില്ല ഇവിടെ. കഞ്ഞി വെപ്പ്, ഇവള് കഞ്ഞി വെക്കും, ഞാൻ അങ്ങനെ ചെയ്യാം. എടാ അതല്ലാന്ന്, ദേവസേന ഡെയിലി എന്നല്ലേ ഇംഗ്ലീഷ് പറയുന്നത്? അയ്യോ, മാമൻ ഇംഗ്ലീഷ് ഒക്കെ അറിയാവോ? പിന്നെ മാമൻ കാണുന്ന ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് പുറത്ത് പറയാൻ മറ്റേ ഇതെന്തേ? ബൈനോക്കുലർ. മാമനും വയസ്സായി, മാമന്റെ ബൈനോക്കുലറും വയസ്സായി. ഞാൻ ബൈനോക്കുലർ ഇപ്പൊ OLX കച്ചവടത്തിന് ഇട്ടിക്കാടാ. അതൊക്കെ OLX ഇട്ട് ആരെങ്കിലും മേടിക്കുവോ? ഞാൻ ഓടക്കുഴലെന്നും പറഞ്ഞു ഇട്ടിക്കുന്നത്. മാമ വന്നപ്പോ തൊട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ചാലോ? കഞ്ഞി കുടിക്കാം. കഞ്ഞി ഒരു പ്ലേറ്റ് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നും പട്ടിണി. അതെന്നാ മാമ? ഒരു പ്ലേറ്റ് കഞ്ഞി ഈ മീശ കുടിക്കും, മൊത്തം കൂടെയൊക്കെ ഇരിക്കും. ആ വൃത്തികെട്ട മീശ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ മീശയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കഥ പറയുന്നുള്ള അത് കൗണ്ടർ ഉണ്ടോ? ശ്രമിക്കാം. എന്നാ പറ. ഞാൻ ഈ BP ഷുഗറൊക്കെ ഉള്ള ഒരാളാണ്. മിക്കവാറും ഒറ്റയ്ക്കാണ് എല്ലായിടത്തും സഞ്ചരിക്കുന്നത്. അങ്ങനെ ഈ പോകുന്ന സമയത്ത് തലകറങ്ങിയൊക്കെ ചിലപ്പം വീഴുന്ന സമയത്ത് വേറെ തണ്ടിന്റെ സഹായമില്ലാതെ ഈ മീശയിൽ ഇങ്ങനെ പിടിച്ച് എണീറ്റ് വരാം. എങ്ങനെയുണ്ട് ഐഡിയ? പക്ഷെ എനിക്ക് ഷുഗർ ഒന്നും വരൂല. അതെന്തടേ? ഞാൻ രാജരക്തമാണല്ലോ. രാജരത്നം? അന്ന് പനി പിടിച്ചിരുന്ന അപ്പുറത്തെ രായനല്ലേ രക്തം തന്നെ. നീ എനിക്ക് പഴങ്കഞ്ഞി തരണം. ആ പഴങ്കഞ്ഞി എനിക്ക് പാർസൽ മതി. തരാം. എന്നിട്ട് ഈ കൗണ്ടർ അതിനകത്തിട്ട് പൊതിഞ്ഞു തരണം. പോണ വഴിക്ക് ഏതെങ്കിലും പുഴയിൽ അങ്ങ് കളയാം. അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പുള്ളി വന്നപ്പോഴേ പറഞ്ഞില്ലേ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നേക്കോണം. ചിറ്റപ്പ ഇറങ്ങിപ്പോ. എടാ, ഞാൻ എന്തിനു വന്ന നീ കരുതി? ഞാൻ തകർത്തിട്ടേ പോളൂ. ഞാൻ വെട്ടിക്കൊല്ലും ഞാൻ. മാമ അത് തവിയ വാള് തോല്ല അവിടെ ഇരിക്കുന്നു. കാണിച്ചു കൊടുക്കാൻ കൊള്ളാമോ? ഇങ്ങോട്ട് മാറിക്കടാ. പറ എന്തുവാ? എനിക്ക് കൂട്ട് വേണം. കണ്ടോ, വയസ്സാം കാലത്ത് ഈ കണ്ട കിളവനെ കൂട്ടുവാണ്. ശിവകാമി അമ്മ എങ്ങനെ അറിഞ്ഞു ആകെപ്പാടെ കലിപ്പാന്ന് പറഞ്ഞു കേട്ടടി. എടോ ഞാൻ പറഞ്ഞത് ഇവിടെ പഴങ്കഞ്ഞ് കൂട്ട് വേണമെന്നാണ്. അതാണോ? അത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഒരു 7:30 ട്രെയിൻ കൊണ്ട് കയറി പോവാം. എവിടെ? പഴനിയിലോട്ടുള്ള റൂട്ട്. ഈ വാള് വേണ്ട, നിന്നെ തലക്കടിച്ചു കൊല്ലും. പ്രാന്താ ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ ഞാൻ പറഞ്ഞത് പഴങ്കഞ്ഞിയുടെ കൂട്ട് എനിക്കറിയണം, അറിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞു തരൂല. പറഞ്ഞു തരണം. പറഞ്ഞു തരത്തില്ല. എനിക്കറിയാമോ, നീ ഇവിടെ ഈ കട തുടങ്ങിയതിന് ശേഷം കൊട്ടാരം പട്ടിണിയാണ്. കൊട്ടാരത്തിലെ ക്യാൻറ്റീൻ പൂട്ടി. ആ ശിവമാമയാണെങ്കിൽ ചട്ടിച്ചോറ് നിന്നുകൊണ്ട് കിടക്കുന്നു. കട്ടപ്പേര് കൂട്ടത്ത് ടൂറ് പണിക്ക് പോയിരിക്കുക എന്റെ മകൻ പൽവാ. ഞാനും കൂടി വഴി ഇറങ്ങേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എനിക്ക് പഴങ്കഞ്ഞിയുടെ കൂട്ടറിഞ്ഞേ പറ്റൂ. പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല.
അറിയത്തില്ല. ഞാൻ ഒരു കാര്യം, അത് പറഞ്ഞാലും മനസ്സിലാവില്ല കൊച്ചച്ഛന്. ഞാൻ മനസ്സിലാക്കിക്കോളാം, നീ പറ. നമ്മൾക്ക് പറഞ്ഞ നാടെ നമ്പർ ഞാൻ തരാം, നാടെ വിളിച്ചോണേ. നീ വിളിച്ചതാ, ഞാൻ അത് മനസ്സിലാക്കിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ റെക്കോർഡ് ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പൊ കൈക്ക് ഒരു ഗുരുവില്ലേ? കൈ മാറി. ഇതാണ് മാർക്ക് പറയണത്. ഹലോ, പിന്നെ മാഷേ, Nimda Gurusra Jalmi Terus Rekod Nimbumla Unu suka Unu kata നമ്മളെ പഴക്കഞ്ഞീര കൂട്ടൊന്ന് പറഞ്ഞുതരൂ. വലിച്ച ചോറ് ഉണ്ട മുളവ് തൈര് കൂട്ടി അരിച്ച സുഖേ. ഇത് ആരെന്ന് പറഞ്ഞ കാലകയൻ പുള്ളിയാണ് പറഞ്ഞിരുന്നത്. എടാ, ഈ പൊട്ടം പറയുന്നത് ഇവന് തന്നെ മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാ ഇവന്റെ കൂട്ട് ഞാൻ മനസ്സിലാക്കും? ഇത് തന്നെ അല്ലയോ മാമൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഞങ്ങൾ പറയുന്നത്, ഇത് പറഞ്ഞാ മനസ്സിലാവത്തില്ലാന്ന്. ബാഗു, ഇപ്പോഴാണ് നിങ്ങളുടെ പേര് കറക്റ്റ് ആയത്. എങ്ങനെ പ്ലിങ് അടിച്ചത് അസക്കി വിടുവേ? അത് ഞാൻ ഇവിടെ ഇറക്കി വിട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.